പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. വാസ്തവത്തിൽ ഗാഗുൽത്താ മലയിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചത്? ആ സംഭവത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അധ്യായം 3 വചനം 14. മൂശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. കുരിശിൽ കർത്താവിനെ ഉയർത്തി. എന്തിന്? ലോക ജനതയെ അവിടത്തേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷ നേടുന്നതിനു വേണ്ടി. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്കറിയാം, ലോകത്തുള്ള എല്ലാവർക്കും രക്ഷ നൽകുവാൻ ആണ്. പുൽക്കൂട്ടിൽ വചനം മാംസമായപ്പോൾ ആ മാംസത്തിൽ ഇന്നുവരെ ജീവിച്ചിരുന്നവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനിയും ജീവിക്കാനുള്ളവരും ഉണ്ടായിരുന്നു. യേശുവിൽ എല്ലാവരും ലോകത്തിൽ ഒരു പുതിയ ജീവനിലേക്ക് കടന്നു വരുവാനാണ് യേശു മനുഷ്യാവതാരം ചെയ്തത്. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ നമുക്കറിയാം പിന്നീട് പലതും സംഭവിച്ചു. ആ സംഭവിച്ചതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ചിന്തിക്കുമ്പോൾ നാം കാണുന്നത് ഏകദേശം ചുടലിലെ ബ്രിജിറ്റ് പറയുന്നത് പോലെ 5860 മുറിവുകളുമായിട്ട് 3 കരിയിരുമ്പ് ആണികളിൽ ചങ്ക് മുറിച്ച് ഉയർത്തപ്പെട്ടത് ആണ്. ആ മുറിവുകളൊക്കെ നമ്മുടെ മുറിവുകളാണ്. ആ ഹൃദയത്തിലെ തകർച്ചകൾ നമ്മുടെ ഹൃദയത്തിലെ തകർച്ചകളാണ്. അപ്പോൾ അത് സംഭവിച്ചത് എന്തിനു വേണ്ടി? നമ്മളെ വിമോചിപ്പിക്കുവാൻ, ഉയർത്തുവാൻ, നമുക്ക് നിത്യജീവൻ നൽകുവാൻ. മൂശ സർപ്പത്തെ ഉയർത്തിയത് നമ്മൾ ലേവ്യർക്കുള്ള പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. വിഷ ബാധിച്ചവർക്ക് യേശുവിനെ നോക്കിയപ്പോൾ ആ വിഷബാധയിൽ നിന്ന് മോചനം കിട്ടി. അതുപോലെ പാപമാകുന്ന വിഷം സർപ്പത്തിൽ നിന്ന്, പിശാചിൽ നിന്ന് നമുക്കുണ്ട്. അതിൽ നിന്ന് മോചനം നൽകി ജീവൻ നൽകുവാൻ, അഥവാ മരണത്തിൽ നിന്ന് മോചനം നൽകുവാൻ, മരണത്തിൽ നിന്ന് ജീവൻ നൽകുവാൻ ആണ് കർത്താവ് കുരിശിൽ ഉയർത്തപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വികാരപരമായിട്ട് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ സഹനത്തെ ഓർത്ത് കരയും, വേദനിക്കും. നമുക്ക് അവിടുത്തെ മുഖത്തേക്ക് അത് നോക്കാം. ആ മുഖത്തെപ്പറ്റി യെശയ്യാ പ്രവാചകൻ ഇപ്രകാരമാണ് അത് എഴുതിയിരിക്കുന്നത്. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നത്തക്ക വിധമല്ലാതെ അവൻ വിരൂപനായിരുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ലായിരുന്നു. നമുക്ക് ഉണ്ണീശോ എന്ന് പറയുമ്പോൾ കോമളനായിട്ട്, കൃപ നിറഞ്ഞവനായിട്ട്, മറിയത്തിൻ്റെ മകനായിട്ട് പുൽക്കൂട്ടി പിറന്നു കിടക്കുന്നു. ആ കോമളനായിരുന്നവനാണ് ഇന്ന് വിരൂപനായിട്ട് ഇപ്പോൾ ഈ കുരിശിൽ കിടക്കുന്നത്. മനുഷ്യനെന്ന് പോലുമുള്ള തോന്നൽ നമുക്കുണ്ടാവില്ല അവനെ നോക്കുകയാണ് എങ്കിൽ. അത്രമാത്രം കറുത്ത് കരിവാടിച്ച് ശരീരത്തിൽ മുറിവേറ്റ് അവനെ കണ്ടുവെല്ലാം അമ്പരന്നു പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 52-ാം അധ്യായം 14. അവന്റെ രൂപം മനുഷ്യൻ്റെതല്ലായിരുന്നു. കോലം പോയി, രൂപം പോയി എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി പാപമായി മാറിയപ്പോൾ ഇന്ന് നെഞ്ചത്ത് കൈവച്ച് നാം ഓരോരുത്തരും നോക്കേണ്ടത്, എനിക്ക് ജനനത്തിൽ തന്ന ആ നിഷ്കളങ്കത എനിക്കുണ്ടോ? കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകി മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചപ്പോൾ കിട്ടിയ ആ വരപ്രസാദം, ആ വെണ്മയേറിയ ആ വസ്ത്രം കയ്യിൽ പിടിപ്പിച്ച് ജീവിതത്തിൻ്റെ അവസാനം വരെ വിശുദ്ധയിൽ ജീവിക്കുവാൻ സഭ നമ്മോട് പറഞ്ഞു. ആ വിശുദ്ധി ഉണ്ടോ എന്ന്? അതോ ഇന്ന് എൻ്റെ ഹൃദയം വിരൂപമായിരിക്കുന്നുവോ? കൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ വിരൂപതയാണ് കർത്താവിൻ്റെ ആ കുരിശിൽ കിടക്കുന്ന വിരൂപമായ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് എൻ്റെ വിരൂപതയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം?
കർത്താവ് ഏറ്റവും ശക്തമായ പറഞ്ഞ വചനം, അനുദപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അനുദപിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയ വിശുദ്ധി നേടിക്കൊണ്ട് നമുക്ക് ആ വിരൂപനായ കർത്താവിന്റെ മുഖത്തെ നോക്കി നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അവന്റെ മുഖം പ്രസാദമുള്ളതാക്കി തീർക്കാം, അവന്റെ മുഖം കൃപയുള്ളതാക്കി തീർക്കാം. എന്നിട്ട് അവനൊരു ചുംബനം കൊടുക്കാം. ഇന്ന് കുരിശുരൂപത്തെ മുത്തുന്നതിൽ അർത്ഥമില്ല. നീ മുത്തേണ്ടത് നിന്റെ ഹൃദയ വിശുദ്ധിയുള്ള ഹൃദയം കൊണ്ട് അവന്റെ ഹൃദയത്തെയാണ് മുത്തേണ്ടത്. നിന്റെ ഹൃദയം അവനോട് ഒട്ടിച്ചേർന്നിരിക്കണം. അതാണ് ഉത്തമ ക്രിസ്തീയ ജീവിതം. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.